ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, അദ്ദേഹത്തിന് നിങ്ങളോടുള്ള ഫീലിങ്സ് ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് ആൻഡ് നിങ്ങൾക്കുള്ള സ്പിരിച്വൽ ലെസൺസ്. ഇത്രയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നിങ്ങളുടെ മൈൻഡ് ഇവിടേക്ക് ഫോക്കസ് കൊണ്ടുവരേണ്ടതാണ്. 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. കണ്ണടച്ച് സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. മൈൻഡ് കാം ആൻഡ് റിലാക്സ് ആക്കി ഇരിക്കുക. Four of Wands, Knight of Pentacles, Five of Cups, Three of Wands, Death, Star, Moon, Justice, Tower, Hierophant. ഓക്കെ, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിരിക്കുന്നത് 7 of Pentacles. ആ വ്യക്തിയുടെ കറണ്ട് എനർജി നോക്കുമ്പോഴത്തേക്കും 4 of Wands ആണ് വന്നിരിക്കുന്നത്. അതായത് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി, സെലിബ്രേഷൻ, ഒരു ഫാമിലി ലൈഫ് അദ്ദേഹം ഇപ്പോൾ കറൻ്റ്ലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും ചെയ്തു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വളരെ സ്ലോ ആയിട്ട് നിൽക്കുകയാണ്. അവർ ടൈം എടുത്ത് അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊരു രീതിയിൽ സ്ഥായി ഭാവത്തിലാണ് ഇപ്പോൾ കറൻ്റ് നിൽക്കുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കിയപ്പോഴത്തേക്കും 5 of Cups ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് നമുക്ക് ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ലോസിൻ്റെയൊക്കെ ഒരു കാർഡാണ്. അതായത് പാസ്റ്റിൽ നടന്നുപോയ എന്തോ കാര്യത്തിൽ ആ ഒരു വ്യക്തിക്ക് നല്ല വിഷമമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ആ ഒരു വ്യക്തിക്ക് റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു മനസ്സിൽ ആ ഒരു ഇമോഷണൽ ബേർഡനും കൊണ്ടാണ് ആ ഒരു വ്യക്തി നടക്കുന്നത്. അതിൽ ആ ഒരു വ്യക്തിക്ക് നല്ല സങ്കടമുണ്ട് എന്നുള്ളതാണ് ഫീലിങ്സിൽ നമുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് 3 of Wands എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തി ഇതിന് കുറിച്ച്, അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മുന്നോട്ട് ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കും എന്നൊരു ഇതാണ്. ഈ റിഗ്രറ്റും കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ടെങ്കിലും അവർ അതിനുള്ള ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു മേജർ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെയോ ഒരു അവസാനം വരാൻ പോകുന്നു. ഇത്രയും നാളും ഉണ്ടായിക്കൊണ്ടിരുന്നതിൽ നിന്നും ഒരു ചേഞ്ച്, ഒരു മാറ്റം അനിവാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ. ആ ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ആൻഡ് അതിന് ശേഷം നമുക്ക് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ഡെത്ത് കാർഡിന് ശേഷം സ്റ്റാർ കാർഡ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു എൻഡ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റിക്കുള്ളതാണ്. അതായത് പുതിയൊരു പ്രതീക്ഷയ്ക്കുള്ളൊരു അവസാനമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു ഹീലിങ്ങും അതുപോലെ തന്നെ ഫ്രഷ് സ്റ്റാർട്ടിൻ്റെ ഒരു കാർഡാണ്. ആൻഡ് എത്രയൊക്കെ ചാലഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾക്ക് ആ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് റീയൂണിയന് വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് മൂൺ കാർഡ് വന്നിട്ടുണ്ട്. മൂൺ കാർഡ് സ്റ്റിൽ ആ ഒരു ഹിഡൻ ഇമോഷൻസ് ആൻഡ് കൺഫ്യൂഷൻസിനെയൊക്കെയാണ് കാണിക്കുന്നത്. ഈവൻ ദോ നമുക്കിവിടെ ഒരു സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ടെങ്കിലും സ്റ്റിൽ പാർട്ട്ണർ ഈ ഒരു ഭയം, സംശയം ഇതിൽ നിന്നൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വഴിയിട്ടാകാം. എന്തായാലും സ്റ്റിൽ ആ ഒരു ഭയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ആ ഒരു കർമ്മ, സത്യം, ആ ഒരു ബാലൻസ് ഇതിൻ്റെയൊക്കെ ഒരു കാർഡാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു സ്പിരിച്വൽ ലെസൺസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ആ ഒരു
ഇതൊക്കെ കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവർ ചൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നീതിയായിട്ടുള്ള അല്ലെങ്കിൽ എന്താണോ സത്യം അതിനവർ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നു. ആൻഡ് പാസ്റ്റിൽ അവർ ചിലപ്പോൾ തെറ്റായ ചില ചോയ്സസ് ഒക്കെ എടുത്തിട്ടുണ്ടാകാം. സോ അതിൻ്റെ ഒരു കോൺസിക്വൻസസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ കറൻ്റ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്പിരിച്വൽ ലെസൺസിന് ശേഷം അവർ ഒരു ഡിസിഷൻ എടുക്കും. ആ ഒരു ലെസൺസിലൂടെയൊക്കെ അവർ കുറച്ചുകൂടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമെന്നുള്ളതാണ്. സോ അതാണ് അവിടെ വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ടവർ കാർഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഡെത്ത് കാർഡിൽ കണ്ട പോലെ തന്നെ ഒരു സഡൻ ചേഞ്ച് അല്ലെങ്കിൽ സഡൻ ഒരു ബ്രേക്ക് ഡൗൺ വരാൻ പോകുന്നു, ഒരു അവേക്കനിങ് പോലെ വരാൻ പോകുന്നു, ഒരു മേജർ ലൈഫ് ഷിഫ്റ്റിംഗ് മൂമെൻറ്റ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും എന്താണോ സത്യം അത് തെളിയാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു സത്യം, ആ ഒരു ക്ലാരിറ്റി വരാൻ പോകുന്നു എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമുക്ക് ഹെയറോഫൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പിരിച്വൽ ഗ്രോത്ത് അതിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഈ ഒരു ലെസൺസും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു പാർട്ട്ണർ ഇപ്പോൾ ആ ഒരു സ്പിരിച്വൽ ലെസൺസൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാകുകയും അത് തിരുത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് അതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം എഫേർട്സും കാര്യങ്ങളൊക്കെ ഇടും. സോ ആ ഒരു ഇതിൻ്റെ എഫേർട്സ് നമ്മൾ ഇട്ട എഫേർട്സിനുള്ളത് നമുക്ക് തിരിച്ച് കിട്ടാണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ആ ഒരു എഫേർട്സിനൊക്കെ ഒരു മീനിങ് അല്ലെങ്കിൽ അതിനൊരു മീനിങ് വരാൻ കുറച്ചുകൂടെ ടൈം റിക്വയർഡാണ്. അപ്പോൾ ആ ഒരു ടൈമിങ് ആകുമ്പോഴത്തേക്കും നിങ്ങളിട്ട ആ ഒരു എഫേർട്സിനുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്നും കിട്ടുന്ന മെസ്സേജ്. ഓക്കെ, സോ ഇനി നമുക്ക് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ചാരിയറ്റ്, ടെമ്പറൻസ്, 3 of Swords, Queen of Pentacles ആൻഡ് ജഡ്ജ്മെൻറ്റ് കാർഡ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ്. കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ആ ഒരു വിൽ പവറും ഡിറ്റർമിനേഷനും ഒക്കെ വേണം. സോ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ദെൻ ടെമ്പറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇടുന്ന എഫേർട്സിന് നമുക്ക് തിരിച്ച് റിസൾട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞാൽ അത് ഉപേക്ഷിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ക്ഷമയില്ലായിരിക്കുക, അതൊന്നും പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ക്ഷമ വേണം നിങ്ങൾക്ക്, ആൻഡ് നിങ്ങൾക്ക് ഹീലിംഗ് വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിനെ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് എല്ലാം ഒരു ബാലൻസ് ആക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ആൻഡ് തേർഡ് വന്നിരിക്കുന്ന 3 of Swords. നിങ്ങളും ഇപ്പോൾ ആ ഒരു ഇമോഷണൽ പെയിനിലൂടെയും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പെയിനിൽ നിന്നും പുറത്ത് വരണം എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചുകൂടി സെൽഫ് ലവിൽ ഫോക്കസ് ചെയ്യണം. ആൻഡ് ഈ പെയിൻ എന്നൊക്കെ പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ എത്രയും വേഗം ഹീൽ ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങളും കൂടെ ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ ഇതൊരു അബൻഡൻസിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ സെൽഫ് കെയറിൽ ഫോക്കസ് ചെയ്യുക, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പേഴ്സണെ തന്നെ നമ്മൾ ഇമോഷണലിയും എല്ലാത്തിലും ഡിപ്പെൻഡൻ്റ് ആകുന്നത് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ ഫിനാൻഷ്യലി ആയാലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തിനെ നമ്മൾ ഈ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് പിന്നീട് നമുക്കത് ഭയങ്കര ഹേർട്ട്ഫുള്ളായിരിക്കും. കാരണം നമുക്ക് വേണ്ട ഒരു ടൈമിൽ ആ ഒരു വ്യക്തി നമുക്ക് ഇമോഷണലി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇരട്ടി പെയിൻ ആയിരിക്കും. സോ നമ്മൾ ഇപ്പോഴേ ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടി ശ്രമിക്കുക.
ആൻഡ് നമുക്ക് ഫൈനലി ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് എന്ന് പറയാം. സോ അങ്ങനത്തെ ഒരു കാർഡാണ് നമുക്കവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ, സെൽഫ് റിയലൈസേഷൻ, നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യാൻ പോകുന്നു. നമ്മളുടെ ലൈഫിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നു. സോ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് ചാൻസ് മേ ബി നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ ഈ ഒരു റിയൂണിയൻ ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സെക്കൻഡ് ചാൻസ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, സോ ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവുക. വെയിറ്റ് ചെയ്യുന്നതിന് പകരം ക്ഷമയോടുകൂടി ഇരിക്കുക. ഡിവൈൻ ടൈമിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക. ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോയിട്ടുള്ളത്. സോ അതിൽ നിന്നും ഹീലാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സെൽഫ് വർത്തിനെ ഫോക്കസ് ചെയ്യുക. കരിയർ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക. ഇതിലൊക്കെ ഫോക്കസ് കൊണ്ടുവരിക. നിങ്ങൾ ലൈഫിൽ പഠിച്ച ഓരോ പാഠങ്ങളും നിങ്ങൾ ഒന്നും കൂടി റിയലൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നിങ്ങളെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്നും എന്തെങ്കിലും കണക്ഷൻസ് അല്ലെങ്കിൽ ക്ലൂസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. Why 1:24 healing time Monday 17:10 9 September L growth Thursday 22 this year 27 few months Q M U night communicate openly 25 July jealous B 16 January April miscommunication Friday Tuesday W 19 express feelings distance be honest Z X external influence few days February March 23. സോ ഇത്രയും ക്ലൂസാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.